ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10 53 അധ്യായം. രുക്മിണ്യാഹരണം. ശ്രീ ശുകൻ പറഞ്ഞു, വൈദർഭിയുടെ സന്ദേശം കേൾക്കവേ മധുസൂദനൻ വിപ്രന്റെ കൈഗ്രഹിച്ചും കൊണ്ടരുളി ചെയ്തു സസ്മിതം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഉറങ്ങാതവളെ തന്നെ ഞാനും ഓർക്കുന്നു രാത്രിയിൽ. രുക്മി എൻ്റെ വിവാഹത്തെ എതിർത്തതുമറിഞ്ഞു ഞാൻ. കടഞ്ഞരണയിൽ കത്തും അഗ്നി പോൽ കൊണ്ടുപോരുവേൻ രാജാധമരവെന്ന് എന്നെ സ്നേഹിപ്പോളാവരാങ്കിയെ. ശ്രീശുകൻ പറഞ്ഞു, രുക്മിണീ കല്യാണ ദിനമറിഞ്ഞ മധുസൂദനൻ ചൊന്നാൻ, തേരാളിയോട് എൻ്റെ തേരു പൂട്ടുകതാരുക. ശൈവ്യം ബലാഹകം മേഘപുഷ്പം സുഗ്രീവമിങ്ങനെ വന്നു 4 അശ്വവും തേരും ശിരസ്സിൽ കൂപ്പിതാരുകൻ. തേരിൽ ദ്വിജനോടൊത്ത അനർത്ഥത്തിൽ നിന്നൊറ്റ രാത്രിയിൽ ശീഘ്രാശ്വഗതിയാൽ ശൗരി വിദർഭപുരി പൂകിനാൻ. മകൻ്റെ വാശിയാൽ പുത്രസ്നേഹിയാം കുണ്ടിനേശ്വരൻ മകളെ ചൈത്യന്നു നൽകാനൊരുക്കി വേണ്ടതൊക്കെയും. അടിപ്പിച്ചു തളിപ്പിച്ചു മാർഗം കവലരഥ്യകൾ വർണ്ണക്കൊടികൾ നാട്ടി തോരണവും തൂക്കി നീളയും. അകിൽപ്പുക മണക്കുന്നു ഗൃഹം സ്ത്രീ പുരുഷാവലി ചന്ദനം മാലപൂ ശുഭ്രവസ്ത്രഭൂഷകൾ പൂണവേ. പിതൃദേവാർച്ചനം ചെയ്തു വിധി പോലൂട്ടി വിപ്രരെ ചൊല്ലിച്ചാരവരെ കൊണ്ടു വേണ്ടും മംഗല്യ സൂക്തവും. സുസ്നാതയായി സുദതിയ സർവാലങ്കൃതയാം വധു ഇണപ്പട്ടാൽ ഭൂഷകളാൽ കൃതകൗതുകമംഗള. വധൂരക്ഷയ്ക്കായി ദ്വിജന്മാർ ത്രയീ മന്ത്രങ്ങൾ ചൊല്ലിനാർ. ഗ്രഹശാന്തിക്കായി അഥർവഹോമം ചെയ്താൻ പുരോഹിതൻ. സുവർണം വെള്ളിവസ്ത്രം ശർക്കര എള്ളുണ്ട ഗോക്കളും നൽകപ്പെട്ടു ഭൂസുരർക്ക് വിധിവത്തായ ഭൂപനാൽ. ഇതേവിധം ചെയ്തു ചേതിപതിയാം ദമഘോഷനും മന്ത്രജ്ഞരെ കൊണ്ടു തൻ്റെ മകൻ അഭ്യുദയം വരാൻ. പൊന്നണിത്തേരുകൾ മതം വാർത്തിടും കൊമ്പനാനകൾ കാലാൾ അശ്വപ്പടയുമായി കുണ്ടിനം പൂകിനാൻ വരൻ. എതിരേറ്റവനെ പൂജിച്ചിരുത്തി കുണ്ടിനാധിപൻ രാജധാനിക്കരികെ മറ്റൊരിടത്തു മുദാന്വിതൻ. വന്നു ശാൽവഞ്ജരാസന്ധൻ ദന്തവക്ത്രൻ വിദൂരധൻ. അവിടെ ചൈത്യപക്ഷക്കാർ പൗണ്ഡ്രകാദ്യരുമായിരം. യദുരാമാതി ചൂഴുന്ന കൃഷ്ണൻ കന്യകയെ ബലാൽ ഹരിക്കിൽ ഒറ്റക്കെട്ടായി നാം അയാളെ തുരത്തണം എന്നുറച്ച് എത്തിയ ഭൂപന്മാർ രാമകൃഷ്ണ വിരോധികൾ തികച്ചും സായുധന്മാരാം ശിശുപാലാനുകൂലികൾ. കൃഷ്ണൻ കന്യാഹൃതിക്ക് അങ്ങോട്ടൊറ്റയായി പോയ വേളയിൽ ശത്രുരാജോദ്യമം കേട്ടു രാമൻ കലഹശങ്കിതൻ. ഭ്രാതൃസ്നേഹത്തിൽ കുളിച്ച മഹാബലസമന്വിതൻ ആനതേരാൾ അശ്വവും ചേർന്നുടൻ പ്രാപിച്ചു കുണ്ടിനം. കൃഷ്ണനെ കാത്തു മട്ടുപ്പാവേറി നിൽക്കുന്ന രുക്മിണി തിരിച്ചെത്തും വിപ്രനെ കാണാഞ്ഞും ചിന്താനിലീനയായി. വരുമീ മന്ദഭാഗ്യയ്ക്ക് ഉദ്വാഹമീര ഒടുങ്ങിയാൽ അരവിന്ദാക്ഷനെ വരും ഈ മന്ദഭാഗ്യയ്ക്ക് ഉദ്വാഹമീര ഒടുങ്ങിയാൽ അരവിന്ദാക്ഷൻ എത്തിയിട്ടില്ലറിയുന്നില്ല ഹേതു ഞാൻ. തിരിച്ചെത്തിയിലെൻ്റെ ദൂതൻ വിപ്രൻ പോലും ഇതേവരെ. എന്നിലെന്തെങ്കിലും കുറ്റം കണ്ടുവോ കുറ്റമറ്റവൻ? പാണിഗ്രാഹിയോടൊന്നിച്ചു ദൂതനും വന്നു ചേരുമോ? തുണപ്പീലി ദുർഭഗയെ വിധാതാവും കപാലിയും എന്നെ നോക്കുന്നില്ല ഗൗരി രുദ്രാണി സതി പാർവതി എന്നു ചിന്തിച്ചുപോയി ബാല. ഗോവിന്ദൻ കരൾ കട്ടവൾ കണ്ണിൽ കണ്ണീർ നിറഞ്ഞപ്പോൾ കാലജ്ഞ ഇമ പൂട്ടിനാൾ. ഗോവിന്ദാഗമനം കാക്കും വധുവിൽ ശുഭസൂചിയായിടത്തെ തുട കൈ കണ്ണും തുടിച്ചു തൽക്ഷണം നൃപ.
അകത്തളത്തിൽ ചരിക്കും ദേവിയാം രാജപുത്രിയെ വന്നു കണ്ടാനുടൻ വിപ്രൻ കൃഷ്ണ സന്ദേശവാഹകൻ പ്രസന്നവദനന് ഉള്ളിലാധിയില്ലെന്നുടൻ സതി കണ്ടറിഞ്ഞാരാഞ്ഞു ലക്ഷണാഭിജ്ഞ രുചിരസ്മിത വന്നിരിക്കുന്നു എന്നപ്പോളോതിനാൻ അവളോടവൻ സത്യവും ചെയ്തിരിക്കുന്നു കൊണ്ടുപോം യദുനന്ദനൻ. പ്രിയൻ വന്നതറിഞ്ഞപ്പോൾ ഹൃഷ്ടമാനസരുക്മിണി പ്രിയം വേറിട്ടു കാണാഞ്ഞു നമിച്ചാൻ അദ്വിജേന്ദ്രനെ. പുത്രീ പരിണയം കാണാനെത്തിപോൽ രാമകൃഷ്ണരും എതിരേറ്റു വാദ്യപാദ്യാദിയുടെ ചെന്നു ഭീഷ്മകൻ. മധുപർക്കം ശുഭ്രവസ്ത്രം ഉപഹാരങ്ങൾ അത്രയും ഇഷ്ടാനുസൃതമായി നൽകി പൂജിച്ചു വേണ്ട മാതിരി. അകമ്പടിപ്പടയെയും സൽക്കരിച്ച മഹാമതി അരികെത്താൻ നല്ല പാർപ്പിടവും നൽകി യഥോചിതം. യഥാപ്രായം യഥായോഗ്യം യഥാവിത്തം യഥാബലം യഥാപ്രായം യഥായോഗ്യം യഥാവിത്തം യഥാബലം സംതൃപ്തികരമാതിഥ്യം വന്നവർക്കൊക്കെ നൽകിനാൻ. കൃഷ്ണൻ വന്നതു കേട്ടെത്തും വിദർഭപുരവാസികൾ നേത്രാഞ്ജലികളാൽ പാനം ചെയ്തിതാവതനാംബുജം. ഇവൻ ഇണങ്ങുന്ന ഭാര്യയൊരാളേയുള്ളൂ രുക്മിണി, അനവദ്യാശയനിവൻ താൻ അവൾക്കുതകും പതി. നമുക്കൽപ്പം ഭാഗ്യമുണ്ടോ ത്രിലോകപതി അച്യുതൻ കനിഞ്ഞാവൂ ഗ്രഹിക്കാവൂ വൈദർഭിയുടെ പാണിയെ. ചൊന്നാരേവം പ്രേമകലാബദ്ധരപുരവാസികൾ ഭടരക്ഷിതയായി കന്യപൂകിനാളംബികാലയം. കൃഷ്ണന്റെ പാദപത്മം താൻ നിനച്ചെത്തിയിടിനാളവൾ ഉമതൻ തളിർപാദങ്ങൾ ദർശിക്കാൻ പാദചാരിണി. ശംഖം മൃദംഗം പണവം ഭേരിദൂര്യം മുഴങ്ങവേ ശൂരസായുധ സന്നദ്ധ ഭടന്മാരാൽ സുരക്ഷിത മുത്തമ്മമാർ സഖികളും ചൂഴ്കെ നീങ്ങി. ഹരേ ഗുരുവായൂരപ്പ. ശംഖം മൃദംഗം പണവം ഭേരിദൂര്യം മുഴങ്ങവേ ശൂരസായുധ സന്നദ്ധ ഭടന്മാരാൽ സുരക്ഷിത മൂത്തമ്മമാർ സഖികളും ചൂഴ്ക നീങ്ങി വിമൂകയായി. പൂജാദ്രവ്യങ്ങളേന്തി പിന്തുടർന്നു ദേവദാസികൾ. ചന്ദനം മാല വസ്ത്രം പണ്ടവുമായി ദ്വിജപത്നികൾ. പാടിസ്തുതിച്ചു വധുവെ സൂതമാഗതവന്തികൾ. മേളക്കാർ പാട്ടുകാരൊപ്പം നടക്കുന്നവരേവരും കൈകാൽ കഴുകിയിട്ട് ആചമിച്ചു സംശുദ്ധ ശാന്തയായി പ്രവേശിച്ചു പാർവതി തൻ കോവിലിനുള്ളിലേക്കവൾ. ബാലയെക്കൊണ്ടു വൃദ്ധബ്രാഹ്മണിമാരാം വിധിജ്ഞകൾ തൊഴുവിച്ചു ഭവോപേത ഭവഭഗ്നി ഭവാനിയെ. അമ്മേ സദാ നമിക്കുന്നേൻ സ്വസന്താനയുതേ ശിവേ. ഭഗവാൻ കൃഷ്ണൻ എന്നാഥനാവാൻ നീ സമ്മതിക്കണേ. ധൂപം ദീപം മാല വസ്ത്രം ജലം ചന്ദനമക്ഷതം ഹാരങ്ങളും കൊണ്ടു വേറെ വേറെ പൂജിച്ചു ദേവിയെ. സുമംഗലി ബ്രാഹ്മണികൾക്കരുളി പൂജയായവൾ പഴം കരിമ്പപ്പവും താമ്പൂലവും കണ്ഠസൂത്രവും അവൾക്കവർ കൊടുത്താരാശിസ്സും ദേവീ പ്രസാദവും അവ കൈക്കൊണ്ടു സർവർക്കും നൽകി വധു നമസ്കൃതി. മൗനവ്രതം വിട്ടു രത്നമോതിരക്കയ്യുകൊണ്ടവൾ പിടിച്ചു തോഴിയെ ദേവീക്ഷേത്രം വിട്ടു തിരിക്കവേ. മുഖത്തുകാർകൂന്തൽ മെലിഞ്ഞ മധ്യം ആ ശ്യാമക്കിഴും രത്നമനോജ്ഞകാന്തിയും അദ്ദേവമായ സമവീരമുഗ്ധതൻ പീനസ്തനം കുന്തളഭീതദൃഷ്ടിയും ശുചിസ്മിതം തൊണ്ടിപഴുത്ത ചുണ്ടിലെ തുടുപ്പുലാവും ദരമുല്ലമുട്ടുമായി നടന്നു നീങ്ങി. കളഹംസതുല്യൻ നോപുരം ചിരിക്കും തളിർകാൽകൾ വച്ചവൾ. സമാഗതന്മാർ ബഹുവീരകീർത്തികൾക്കുണ്ടായി ഒടുങ്ങാത്തൊരു കാമമൂർച്ഛയും. യാത്രാച്ഛലാൽ ഹരിയിലർപ്പിത ശോഭയാമാ സൗഭാഗ്യശാലിനി ചിരിക്കവേ ഭൂപരാഗേ വ്രീളാവലോകഹതരമ്പുകളോടെ വീണു തേരശ്വമാനമുതലായതിൽ നിന്നു താഴെ. പാറുന്ന കാർകുഴൽ നതാങ്കി ഇടത്തുകയ്യാൽ മാടിയിടവേ ചരണപത്മമകന്നുമെല്ലേ നാണിച്ചു ഭൂപരൊളി കണ്ണിൽ നിരക്കെ. എന്നാൽ കണ്ടു കൊതിച്ച ഭഗവൻ മുഖവും ക്രമേണ. തേരേറ്റുവാൻ വെമ്പിയ രാജകന്യയെ ശത്രുക്കൾ തൻ കൺകൾ തുറിച്ചു നോക്കവേ താർക്ഷ്യക്കൊടിത്തേരിലെടുത്തു മാധവൻ പാഞ്ഞു
ശരിക്കും വഷളായി കാണികൾ. ശൃഗാലമധ്യസ്ഥധനം ഹരിച്ചു രാമനൊത്തു കൃഷ്ണൻ ഹരിമെല്ലവേ. ശൃഗാലമധ്യസ്ഥധനം ഹരിച്ചു രാമനൊത്തു കൃഷ്ണൻ ഹരിമെല്ല നീങ്ങവേ. അഹങ്കരിക്കുന്ന ജരാസുതാദികൾക്ക് അസഹ്യമായി സ്വാഭിഭവം യശക്ഷയം. സിംഹങ്ങൾ നാം മാനുകൾ ഗോപരെങ്കിലും നിസ്തേജർ നാം നിന്ദ്യരുമായി കഷ്ടമേ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.